ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കണിക്കൊന്ന പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കണി വെക്കാൻ പൂജാമുറിയിലാണ് കണി വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പൂജാമുറി. നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനമാണ് കണിക്കൊന്നപ്പൂ വെച്ചത്. കണിക്കൊന്നപ്പൂ ഫ്രൂട്ട്സിൻ്റെ മണ്ടയിൽ വെച്ചപ്പോൾ ഫ്രൂട്ട്സ് കാണുന്നില്ലായിരുന്നു. പിന്നെ നമ്മളത് ആ ഭിത്തിയിലായിട്ട് കൃഷ്ണൻ്റെ പുറകിലായിട്ട് ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ച് പിന്നെ ബാക്കി വന്ന കുറച്ച് പൂക്കൾ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ മണ്ടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണിയൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൃഷ്ണന് കഴുത്തിലിടാൻ ഒരു മാലയും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് തുളസിയും ചെത്തിയും കൂടെ മിക്സ് ചെയ്തൊരു മാല കെട്ടുകയാണ്. അപ്പോൾ മാലയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു ലാസ്റ്റ് ലുക്കാണിത്. കൃഷ്ണനെ മാല ഇടിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത്. പിന്നെ നമ്മളെല്ലാവരും കിടന്നുറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് കണി കാണുകയാണ്. അപ്പോൾ രാവിലെയായി എല്ലാവരും കണിയൊക്കെ കണ്ട് കണി കാണുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ കണിയൊക്കെ കണ്ട് കൈനീട്ടമൊക്കെ കൊടുത്ത് പിന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമായിരുന്നു വായ്പൂർ. പിന്നെ താഴെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അവിടെയും പോയി. അങ്ങനെ പോയിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് രാവിലെ ഇഡ്ഡലിയായിരുന്നു. ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചത്. പക്ഷേ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കൊരു കയറിത്താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി. അമ്മയുടെ ഒരു കസിൻ്റെ ആയിരുന്നു കയറിത്താമസം. അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കയറിത്താമസത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞായിരുന്നു. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെയാണ് വന്നത്. അപ്പം അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പാലുകാച്ചൊക്കെ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാവരും കൂടി ഇരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ കണി വെച്ചിരിക്കുന്നതിനകത്തുള്ള ഫ്രൂട്ട്സൊക്കെ ചെറുക്കനെടുത്ത് കഴിക്കുകയൊക്കെയാണ്. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണമായിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോകാൻ. വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് കുളിച്ചൊരുങ്ങി വൈകിട്ട് അമ്പലത്തിൽ പോയി. അവിടുത്തെ അമ്പലത്തിൽ കൊടിയേറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. തിരിച്ച് പോകുന്നതും അവിടെ ചെല്ലുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. കൊടിയേറ്റുന്ന സമയത്ത് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെറുക്കൻ പതിവില്ലാതെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വഴിയിലോട്ടൊന്ന് ഇറങ്ങി നിന്നാണ്. അപ്പോൾ വിഷുവിൻ്റെ 2 ദിവസം മുമ്പേ നമ്മൾ തന്നെ കുറച്ചൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെറുതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇതാ ചെമ്പരത്തി സൈനിങ് ഓഫ്.